ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം കണ്ടു കേട്ടോ. 3 കാര്യം വെച്ചിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. എൻ്റെ ട്രെയിലർ അങ്ങനെ കണ്ടിട്ടില്ല. പോസ്റ്റർ 2 AGS ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഡ്രാഗണും ഗോട്ടും ഒക്കെ അമ്മമാരാണ് പ്രൊഡ്യൂസ് ചെയ്തത്. 3 അർജുൻ. നമ്മളൊക്കെ മറ്റേ 90s കിഡ്സിനൊക്കെ അർജുൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മുതൽ വൈൻ, ജെന്റിൽമാൻ, അങ്ങനെ കുറേ കിട്ടില്ല പടങ്ങളുണ്ട്. അർജുൻ്റെ ഋതം, ഇതൊക്കെ കണ്ട് വളർന്നൊരുത്തനാണ് ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ അർജുനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ലിയോയിൽ അർജുൻ വിജയരോട് നിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്. അർജുൻ എന്ന് പറയുന്നത് ആക്ഷൻ കിങ് ആണ്, മങ്കാത്ത ആക്ഷൻ കിങ് എന്നൊക്കെ പറയുമ്പോൾ അത് പുള്ളി ആക്ഷൻ കിങ് ആണ്. അപ്പോൾ എനിക്ക് പുള്ളിയെ ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ട് പുള്ളി നേരെ വേണം നല്ലൊരു പടത്തിൽ വരാത്തത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഫൈനലി അങ്ങനെ ഒരു പടം കണ്ട്, ഈടാ എന്തൊരു സ്ക്രീൻ പ്രസൻസ് ഇടാ ഈ മനുഷ്യൻ. ഞാൻ ഇങ്ങനെ ഞാൻ എപ്പോഴും ആലോചിക്കും, അവിടെ മുതൽ വരൊക്കെ ഇപ്പോഴും ഇരുന്ന് കാണണോടെ, സൂപ്പർ പടമാണ്. അപ്പം ഈ സിനിമ ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ പടമാണ്. വെടിയും പുകയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് സുഭാഷ് കെ രാജ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഈ പ്രദീപ് രംഗനാഥൻ, അങ്ങേരെ അസിസ്റ്റൻറ്റോ അസോസിയേറ്റോ എന്തോ ആണ് ഇതിൻ്റെ സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ. അഭിനയിച്ചിരിക്കുന്നത് മെയിനായിട്ടും അർജുൻ, പിന്നെ പ്രീതി മുകുന്ദനാണ് മെയിൻ ലീഡ്. അഭിരാമിയുണ്ട്, നമ്മുടെ പഴയ നടി അഭിരാമി, നമ്മുടെ വീരുമാണ്ടിയിലൊക്കെ ഉള്ള അഭിരാമി. വേറൊരുത്തുണ്ട്, അവൻ്റെ പേര് അർജുൻ ചിദംബരം, മലയാളിയാണ്. എടാ ഏവനാണെന്ന് എനിക്കറിയാം, എന്തോന്നടേ അവന് ഈ സിനിമയിൽ കാണിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര ബിൽഡപ്പ് പോലെയൊക്കെയാണ് മ്യൂസിക്കൊക്കെ ഇട്ട് കാണിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതാരടേ. അത് കഴിഞ്ഞ് കുറേ കലാപരിപാടികളൊക്കെ ചെയ്യൂടെ. അതിനുശേഷം എനിക്ക് അവന് കൊടുത്ത ബിൽഡപ്പ് എനിക്ക് മനസ്സിലായി, എന്തുകൊണ്ടാണ് അവൻ ഈ ബിൽഡപ്പ്. എന്തൊരു ഓറയാണ് നിങ്ങൾക്ക് അർജുൻ ചിദംബരം അണ്ണ ഇബ്രഹാം. കിടിലൻ ക്യാരക്ടറും സൂപ്പർ. അതായത് മച്ചാൻ വേറെ ലെവൽ വില്ലനായിരുന്നു. നമ്മൾ ഈ ക്വസ്റ്റ് നമ്മൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബോസ് വരൂലേ, അതേപോലത്തെ ഒരു ടീം അങ്ങേരുണ്ട്. പിന്നെ ജോൺ കോക്കൻ, നമ്മുടെ ജോൺ കോക്കനാണ് മെയിൻ വില്ലൻ. പക്ഷെ ജോൺ കോക്കനെ കാട്ടിലും മറ്റേ ചേട്ടാൻ അങ്ങേരെ സെക്കൻഡ് ഹാഫിൽ ഒരു സാധനമുണ്ട്, അതൊക്കെ ഇത് മൊത്തം ഒരു കരാട്ടെ പരിപാടിയിലാണ് കേട്ടോ ഈ പടം പോണത്. കരാട്ടെ പരിപാടിയിലാണ് ഈ സിനിമ മൊത്തം പോണത്. അർജുൻ ഞാൻ പറയണില്ല, നിങ്ങൾ ട്രെയിലറോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചിട്ടായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്ത പോലെ ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും. ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല ഒരു ഫാമിലിയെ കാണിച്ചു തരും. നമ്മൾ ഇതാണ് പറഞ്ഞത്, ഇമോഷണലി കണക്ട് ചെയ്യണമെന്ന്. അതായത് വെറുതെ കുറേ അടി ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. നമ്മളിൽ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യണം. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അടിയടാ അവനെ എന്ന് പറയണം. അതാണ് ഈ ഇമോഷണൽ കണക്റ്റ് വേണമെന്ന ആൾക്കാരിന്ന് പറയണം. അല്ലാതെ വെറുതെ ഒരുത്തം വരുന്നു അടി കൊടുക്കുന്നു, ഒരുത്തം വരുന്നു അടിക്കുന്നു, അടി കൊടുക്കുന്നു, ഇതല്ല. അങ്ങനെ എൻജോയ് ചെയ്യുന്ന പടങ്ങളുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞു. പക്ഷേ വൺസ് യു ഗെറ്റ് ഇമോഷണലി അറ്റാച്ച്ഡ് ദ ക്യാരക്ടേഴ്സ്, അപ്പോഴാണ് രസം. അതായത് അർജുനൊക്കെ അത്ര നല്ല രസമുള്ള ക്യാരക്ടേഴ്സാണ്. അതിൽ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, പെൺകുട്ടികൾ സെൽഫ് ഡിഫെൻസ് പഠിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒരു കിട്ടില്ല. ഭയങ്കര രസമായിട്ടുള്ളൊരു പടം. അവിടെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞൊരു തേർഡ് ആക്ടിലോട്ട് പോകുമ്പോൾ പടം ഭയങ്കര ഹൈലി പ്രഡിക്റ്റബിളും, കുറച്ച് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സാധനത്തിന് വേറെ വല്ലതും ചിന്തിക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ വരും. എന്നാൽ പോലും അത്യാവശ്യം അവരൊരു സെറ്റപ്പിൽ കൊണ്ട് അത് നിർത്തിയിട്ടുണ്ട്. ഇതിലിങ്ങനെ നിർത്താനും പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടായിരിക്കും. ബട്ട് ഇറ്റ് വാസ് എ ഫൺ വാച്ച്. ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ ഫൺ വാച്ച്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു കാര്യം ഞെട്ടിയേ, എൻ്റെ ദൈവം, ഇങ്ങനെയായിരുന്നു എൻ്റെ മ്യൂസിക്. സിനിമാറ്റോഗ്രാഫർ അർജുൻ കൃഷ്ണ രാധാകൃഷ്ണനാണ് സിനിമാറ്റോഗ്രാഫി. അത്യാവശ്യം വളരെ ഞാൻ പറയും ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു രീതിയിൽ ഈ പടത്തിന് കുറച്ചും കൂടെ ബഡ്ജറ്റൊക്കെ ഇട്ട് കുറച്ചും കൂടെ ബെറ്റർ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പടം ഒരു 1 സ്റ്റെപ്പ് മുകളിൽ മേക്കിങ്ങും കൂടെ പിടിച്ചിരുന്നെങ്കിൽ കിടിലമായിരുന്നതിനെന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായമുണ്ട്. പ്രദീപ് രാഘവാണ് എഡിറ്റർ. ഇതിൻ്റെ മ്യൂസിക് കമ്പോസർ രവി ബസ്രൂർ. അപ്പം അണ്ണന് പണി അറിയാം. അപ്പം അണ്ണന് ചില സ്ഥലങ്ങളിൽ സൈലൻസ് ഒക്കെ കൊടുക്കാൻ അറിയാം അല്ലേ. അത് ഇന്നലെ ഞാൻ ഇങ്ങനെ എന്തോ പറഞ്ഞേ ഉള്ളൂ, ഇവിടെ ഈ പടത്തിൽ ഇത്ര രസമായിട്ടൊന്നും അറിയാം പണി വെച്ചേക്കുന്നത്. എനിക്ക് ഇതിൽ ഒരു സാധനമുണ്ട്, തന്താനം താനേരെ വേറൊരു വെർഷനുണ്ട് ഇതിൽ. ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു മലമൂട്ടിലുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ
ഞാനിങ്ങനെ നോക്കിയിട്ട് ആരുടെ മ്യൂസിക് ചെയ്തേക്കണമെന്ന് കിടിലുമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അണ്ണനെ സ്റ്റാൻഡിൽ പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അണ്ണൻ മറ്റേ KGF സാധനം എടുത്തിട്ട് ഒരു സാധനം ഉണ്ടല്ലോ അതെടുത്തിട്ട് അടിക്കും. ഇതിൽ അവസാനമൊക്കെ കയറുമ്പോൾ ഒരു ഹൈ മൂവ്മെൻറ്റ് ഹൈ നോട്ടിലൊക്കെ സാധനം തരുന്നുണ്ട്, പക്ഷേ ക്ലീൻ ആയിരുന്നു കേട്ടോ. വലിയ പാട്ടുകളൊന്നുമില്ല, മറ്റേ റൊമാൻസ്. ഇപ്പം നമ്മൾ പ്രീതി മുകുൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് ഏതെങ്കിലും ചെറുക്കം വന്നിട്ട് തങ്കമണി എന്നൊക്കെ പറഞ്ഞിരിക്കണം, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. ഒന്നുമില്ല. ഫാമിലി, ആ ഫാമിലിക്ക് വരുന്നൊരു ത്രെട്ട്, അതിന് അവരടിച്ച് ഒതുക്കണയാണ് പടം. ചില സാധനമൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാണല്ലോ നമുക്ക് കിട്ടാനുള്ള ഹൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യണേ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ എക്സൈറ്റ്മെൻ്റ് ഒന്നും കണ്ട് ദൈവത്തിനാ വാർത്ത് എല്ലാവരും ഒന്നും പോയി കാണല്ലേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ട്. ഇതൊരു ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. ഇത് മെയിൻലി കരാട്ടെ ബേസ്ഡ് പടമാണ്. ഞാനൊക്കെ പണ്ട് മറ്റേ ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സൊക്കെ കണ്ടു തുടങ്ങിയത് അതിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു പടം. ആ ഒരു ഫാമിലിയിൽ വരുന്നൊരു ത്രെട്ട്, ആ ത്രെട്ടിനെ അവർ മാറ്റാൻ നടക്കുന്നത്, ഇതൊക്കെയാണ് ഭയങ്കര രസകരമായിട്ടാണ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത് ഈ പടത്തിന്. അതാണ് പറഞ്ഞത്, ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു നറേഷൻ സ്റ്റൈൽ ആയിക്കോട്ടെ, ഭയങ്കര ഒരു ഓൾഡ് സ്കൂൾ. ഞാൻ പറയും നമ്മളത്തെ ഇപ്പോഴത്തേക്ക് ഒരു ഹൈ എൻഡ് മേക്കിംഗ് ഒന്നും ആരും പ്രതീക്ഷിപ്പോലും വളരെ വളരെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം ഒരു പരിപാടികളാണ്. സ്ലോ മോഷൻ ചെയ്യേണ്ടടുത്ത് സ്ലോ മോഷനൊക്കെ ഇട്ട് അങ്ങനത്തെ സാധനങ്ങളുള്ള, അതായത് ബോൾട്ട് ക്യാമറയും തേങ്ങയും മാങ്ങയും മറ്റേ ജിമ്മി ജിപ്പിൻ്റെ ഷൂട്ടുകളൊന്നും ഇല്ല. സിമ്പിൾ പടം. അർജുൻ്റെ സ്ക്രീൻ പ്രസൻസ് പൊളി. അതേപോലെ മറ്റേ വില്ലൻ കൊള്ളാം, പ്രീതി മുകുന്ദൻ കൊള്ളാം, അഭിരാമി കൊള്ളാം, എല്ലാവരും അഭിനയിച്ചിരിക്കുന്നവരൊക്കെ നൈസായിട്ടുണ്ട്. ഇതിലൊരുത്തൻ്റെ ഒരു ചൊറിയാണെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്തേക്കണുണ്ടല്ലോ. അവൻ്റെ ആ ചുരുത്തരമൊക്കെ ആദ്യം കാണിച്ച് തന്നിട്ട് നമ്മൾ അതിലോട്ട് ഇത് കണക്ട് ചെയ്യും. ഭയങ്കര രസമായിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ചെയ്തേക്കണത്, സമ്മതിക്കണം. ഞാൻ പറയും സിമ്പിൾ പടം. നല്ല രീതിയിൽ നിങ്ങൾക്കൊരു തമിഴ് സിനിമ ഇതേപോലത്തെ ഒരു ഫൈറ്റ് പരിപാടി അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കാമല്ലോ. നിങ്ങൾ മറ്റേ ഹൈ എൻഡ് മേക്കിങ്ങും തേങ്ങാക്കൊലയൊക്കെ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഇതല്ല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് പടം. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നിയത് കുറേ നാൾക്ക് ശേഷം അർജുന ഈ ഒരു ലെവൽ. പിന്നെ ഫീനിക്സ് പ്രഭുവാണ് ഇതിൻ്റെ സ്റ്റണ്ട്. ഇവിടെ കരാട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പക്ക കരാട്ടെ സാധനം. അത് കിടില്ല. രാവിലെ ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു നല്ലൊരു ഫൈറ്റ് സീക്വൻസ്, ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പടം കാണണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ദൃശ്യവും അതൊക്കെ ഓർമ്മ വരും. അതായത് അങ്ങനത്തെയൊക്കെ ഒരു പ്രമിസസ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് എഗെയിൻ ഒബ്വിയസ്ലി ഒരു ഫാമിലി അവരൊരു ഇതൊക്കെ കാണിച്ച നല്ല കുറേ മൂവ്മെൻറ്റ്സും നല്ല ഫൈറ്റും നല്ല വില്ലന്മാരും കൊള്ളാം. നമ്മളൊരു മച്ചാനെ കൊണ്ട് മറ്റൊരു കോർപ്പറേറ്റ് മച്ചാൻ അങ്ങേരെയൊക്കെ വില്ലനിസമൊക്കെ കൊള്ളാം. പക്ഷേ മെയിനായിട്ട് വില്ലൻ കാണിച്ചതിൽ എനിക്ക് അർജുൻ ചിദംബരം ഉണ്ടായി ഒരു രക്ഷയില്ല. മുട്ട ഓറയും ഓങ്ങേരാ വന്നത് ഒരുമാതിരി ബാബു ആൻ്റണിയുടെ യങ്ങർ വെർഷനൊക്കെ പോലെ തോന്നും. എൻ്റെ മനസ്സിലും തോന്നി ഇത് ബാബു ആൻ്റണിയുടെയൊക്കെ ഒരു ആ പ്രൈം ടൈമിലൊക്കെ ബാബു ആൻ്റണി പൊളിച്ചാന് അമ്മുടിയൊക്കെ വളർത്തിയിട്ട് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണം. ബാബു ആൻ്റണി പോലും ഒന്നും പറയാമല്ലോ. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ പടമാണ്. ഐ റിയലി എൻജോയ് ദിസ് മൂവി മാൻ. ദിസ് വാസ് എ ഫൺ വാച്ച് ഫോർ മീ. ഭയങ്കര രസമുണ്ടായുള്ളൊരു പടം. ഒരു സിമ്പിൾ പടം എന്നാൽ നല്ല കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പടത്തിനെ പറ്റി നിങ്ങൾ സിനിമ എന്തായാലും പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാട്ടാളൻ തന്ന ആ ഒരു വിഷമം ഇതങ്ങ് മാറ്റി തന്നടേ. പിന്നെ രവി ബസ്രൂർ അണ്ണന് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടാ, അതെനിക്ക് മനസ്സിലായി. അണ്ണന് പരിപാടി അറിയാം, പക്ഷേ അണ്ണന് സ്റ്റാൻഡിൽ പിടിക്കണം. അണ്ണൻ്റെ തോന്നിയാസത്തിൽ വിട്ട് കഴിഞ്ഞാൽ അണ്ണൻ്റെ പഴയ KGF സലാറിലൊക്കെ യൂസ് ചെയ്യാത്ത സാധനങ്ങളെ നമുക്ക് തരുള്ളൂ. അണ്ണൻ്റെ കൂടെ ഇരുന്ന് അണ്ണ സൈലൻ്റ് ആക്കണ്ണ, ഇവിടെ മ്യൂസിക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സാധനമാണ്. എല്ലാത്തിലും നമുക്ക് മറ്റേ PP ഊതണ്ടണ്ണ എന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ കുറച്ച് റെട്രോ സ്റ്റാൻഡിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ഇതേ ഐറ്റം തരും. പിടിക്കേണ്ട രീതി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങേര് കിടിലമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തിനാണെങ്കിലും നല്ലൊരു പടമായിരുന്നു കേട്ടോ ബ്ലാസ്റ്റ്. ഐ ഹാഡ് എ ബ്ലാസ്റ്റ്. ശരി എന്നാൽ.